സുന്നികളൊക്കെ ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ഞാൻ പിന്നെ സുന്നികളെ ശ്രദ്ധിക്കണം എന്നല്ല പറയേണ്ടത്, ഞാൻ പിന്നെ മറ്റുള്ള ശ്രദ്ധിക്കണം എന്നാണ് പറയേണ്ടത്. അത് വലിയൊരു ആക്ഷേപമായിട്ട് പല തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. സുന്നികളെ ശ്രദ്ധിക്കും, നമ്മളതല്ലേ, നമ്മളെ പണിയാത്താളെ സുന്നികളെ ശ്രദ്ധിക്കണം എന്നല്ലേ എന്നതുപോലെ ബഹുമാനപ്പെട്ട നമ്മളെ മന്ത്രി ശംസുദ്ദീൻ സാഹിബിനോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെ ശ്രദ്ധിക്കണം, ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരണം. ഇവർക്കും എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാർക്ക്, അതും നിങ്ങളെ മുന്നിൽ വെക്കും. അതൊക്കെ കഴിവിന്റെ പരമാവധി നിങ്ങളെ ആ സ്ഥാനത്തിനേക്ക് ഒരു കേടും പറ്റാത്തത് നിനക്ക്. അങ്ങനെ അവരെ ആ സ്ഥാനത്തിനേക്ക് കേട് പറ്റാൻ പാടില്ല. അപ്പൊ അവർക്ക് പരിപൂർണമായിട്ട് ചെയ്യാൻ പറ്റുന്ന നിലക്കുള്ള ഏതെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് പകരം വെക്കാനുള്ള ഒരു ശക്തിയും ഈ കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഇങ്ങോട്ടുണ്ടാവുകയാണ്. അത് മനസ്സിലാക്കിയാൽ മതി. വളർന്ന് വലുതാവുമ്പോൾ അതിനോട് അസതും അസൂയും ഒക്കെ ഉള്ള പലരും ഉണ്ടാവും. അപ്പോൾ പല നിൽക്കുമ്പോൾ അതിനെ നിർജീവമാക്കാനോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കാനോ അതിനെ ഇല്ലാതെയാക്കാനൊക്കെ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതൊന്നും ഈ കേരളത്തിൽ അത് നടപ്പാവുകയില്ല, അത് വിലപ്പോവുകയില്ല എന്നുള്ളത് അറിയിച്ചുകൊണ്ട് എല്ലാവരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിന്നിൽ അടിയുറച്ചിരിക്കുക. സമസ്ത കേരള അതാണ് നമ്മുടെ ദീനിന്റെ മാർഗം, അതാണ്, ആ റൂട്ടാണ്, ശരിയായ റൂട്ടാണ്, മുസ്തഖീമായ റൂട്ട് ഇത് പറഞ്ഞത്. ആ റൂട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് അവസരത്തിൽ പോവുകയാണ്. ഇതെങ്ങനെ ശരിയായ റൂട്ടായി, ഈ റൂട്ടിൽ കൂടി മാത്രമേ നമ്മൾ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഞാൻ പല സ്ഥലത്തും പ്രസംഗിച്ചതാണ്. അതിന്റെ കാരണങ്ങളും ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ തങ്ങളും മന്ത്രിയൊക്കെ പ്രസംഗിക്കാണ്ടായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോണില്ല. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. സമസ്തയുടെ നിലപാട് എന്താണ്, സമസ്തയുടെ തീരുമാനങ്ങൾ എന്താണ്, സമസ്തയുടെ പ്രഖ്യാപനങ്ങൾ എന്താണ്, ഇതൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പറയും. അത് ഏത് വേദിയിലാണെങ്കിലും സമസ്ത എന്ത് കാര്യം വരുമ്പോൾ സമസ്ത എന്താ പറയുന്നേ എന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടല്ലേ. അവിടെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പറയും സമസ്തയുടെ നിലപാടുകൾ, അത് കൃത്യമായിട്ട് പറയുകയും ചെയ്യും. തങ്ങൾ പറഞ്ഞാൽ പിന്നെ അതിൽ എന്തെങ്കിലും സമസ്തയുടെ നിലപാടാണോ അല്ലേ എന്നുള്ളതൊന്നും സംശയിക്കണ്ട. തങ്ങൾ പറയുന്നത്, തങ്ങൾ സമസ്തയുടെ നിലപാട് മാത്രമേ പറയുള്ളൂ, അല്ലാതെ തങ്ങൾ സയ്യിദുൽ ഉലമ തങ്ങളുടെ നിലപാട് പറയൂല. ബിക്കോസ് അതിന് കാരണം എന്ന് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഇന്നിൻ്റെ അമരക്കാരൻ അത് സയ്യിദുൽ ഉലമയാണ്. അതുകൊണ്ട് സയ്യിദുൽ ഉലമ തങ്ങളുടെ സ്വന്തം ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാൽ പോലും അത് സമസ്തയുടേതായി മാറും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം തങ്ങൾ ഉണ്ടാക്കില്ല, തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുമില്ല. തങ്ങൾ പറയുന്നതെല്ലാം അത് സമസ്തയുടെ തീരുമാനങ്ങളും സമസ്തയുടെ നിലപാടുകളും സമസ്തയുടെ ഈ പറയുന്ന പ്രഖ്യാപനങ്ങളുമായിരിക്കും. അത് മാത്രമാണ് സമസ്തയുടെ നിലപാടുകൾ, അല്ലേ? ഇപ്പോൾ സമസ്തയുടെ കമ്മിറ്റിയിലുള്ളവർ അല്ലെങ്കിൽ മെമ്പർമാരായിട്ടുള്ളവർ ഒക്കെ പണ്ഡിതന്മാരായ ആളുകൾ പല അഭിപ്രായങ്ങളും പറയും. അത് സമസ്തയുടെ അഭിപ്രായമാകണമെന്നില്ല, മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് എന്ന് കരുതിയിട്ട് വേഗം തൊട്ടതിനും പിടിച്ചതിനൊക്കെ സമസ്തൻ്റെ നെഞ്ചത്തോട്ട് ആ പരിപാടി വേണ്ട. അത്രയപ്പോൾ തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, മനസ്സിലായില്ലേ? വളരെ കൃത്യമായിട്ടും എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ഡിക്ഷണറി ഭാഷയിലല്ലാതെ നാടൻ ഭാഷയിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ആ കാര്യം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേഗം എന്ത് തൊട്ടതിനും പിടിച്ചതിനും സമസ്തൻ്റെ നെഞ്ചത്തേക്ക്, അങ്ങനെയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ അതിനായിട്ട് അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. ചില ആളുകൾ പേരൊന്നും പറയണില്ല, ചില ആളുകൾ അതിനായിട്ടിരിക്കുക. ഇവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണി, സമസ്ത മറുപടി പറയണം, അല്ലെങ്കിൽ സമസ്ത അങ്ങനെ ആക്കണം, സമസ്ത ഇങ്ങനെ ആക്കണം. എന്താണ് നമ്മൾ ചെയ്യലേ? ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പറയുന്നതാണ് സമസ്തയുടെ തീരുമാനം. ആ തീരുമാനത്തിനൊപ്പം അടിയുറച്ച് ബഹുമാനപ്പെട്ട സമസ്തക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അത് എന്തിനാ നിൽക്കുന്നേ എന്ന് ചോദിച്ചാൽ അതാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത്. അതാണ് സമസ്തയാണ് സിറാത്തുൽ മുസ്തഖീം. സമസ്ത മാത്രമേ ദീന് പറഞ്ഞിട്ടുള്ളൂ കേരളത്തിൽ. അതാണ് വ്യത്യാസം. ബാക്കി പലരും പലതും പറയുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹാന്മാരായ സാദാത്യങ്ങൾ,
മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, അവർ തെളിച്ച പാതയിലൂടെയാണ് ആ പ്രസ്ഥാനം ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഇനിയും അങ്ങനെ തന്നെ സഞ്ചരിക്കുള്ളൂ. അത് കാലം മാറുമ്പോൾ കോലം മാറുന്നൊന്നും ആരും കരുതണ്ട. കാരണം ഇത് ഇങ്ങനെ പോകുള്ളൂ, ഇങ്ങനെ മാത്രമേ പോകുള്ളൂ. അതിന് പല കാരണങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഇപ്പോഴും ഈ പ്രസ്ഥാനത്തിനൊരു സുരക്ഷാ വലയം ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. ആ വലയത്തിനുള്ളിൽ നിന്ന് മാത്രമേ ഈ പറയുന്ന പ്രസ്ഥാനം മുന്നോട്ട് കുതിക്കുകയുള്ളൂ. ഇപ്പോൾ അതുകൊണ്ട് ഈ ഒരു നമുക്ക് നൽകിയ ഒരു ആർജം ഉണ്ടല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് സമസ്ത പറയണം എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അവർ ഓർക്കേണ്ടത് സമസ്ത പറഞ്ഞതുകൊണ്ടാണ് ഈ ഉമ്മത്തിനൊരു ഇസ്സത്ത് കേരളത്തിൻ്റെ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ കേരളത്തിൻ്റെ മുസ്ലിമിന്, കേരളത്തിലെ ഉമ്മത്തിന് ഒരു ഇസ്സത്ത് പ്രത്യേകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരെന്ന് പറയുന്നത് ഈ മഹത്തായ പ്രസ്ഥാന. മനസ്സിലായില്ലേ? കാരണം ദീന് പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു. ദീന് പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു. വലിയ ദീർഘവീക്ഷണത്തോടു കൂടി എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന 5 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി അല്ലേ, ഒരു പക്ഷേ ഒന്ന് മര്യാദക്ക് സംസാരിച്ച് പോലും തുടങ്ങിയിട്ടുണ്ടാവില്ല ചില കുട്ടികൾ അല്ലേ. സംസാരം പോലും അത്ര അങ്ങ് ഒരു എന്താ പറയേണ്ടത്, ഫ്ലുവൻ്റായി എന്ന് പറയാൻ പോലും പറ്റിയ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ആ വിദ്യാർത്ഥി മദ്രസയിലേക്ക് പോവുകയാണ്. അലിഫുൻ എന്ന് ആദ്യം പഠിപ്പിക്കുന്നു, ആദ്യാക്ഷരം അലിഫുൻ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ അലിഫിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരു വാക്ക് പഠിപ്പിക്കുന്നുണ്ട്, അദബുൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തൊക്കെ ആ അലിഫ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന എത്രയധികം വാക്കുകൾ വേറെയുണ്ട്, ലക്ഷക്കണക്കായ വാക്കുകളുണ്ട് അല്ലേ. അതിൽ നിന്ന് അദബുൻ എന്ന് പറയുന്ന ആ ഒരു വാക്കാണ് ആദ്യം പഠിപ്പിക്കേണ്ടത് എന്ന് തീരുമാനമെടുത്ത ഒരു നിമിഷമുണ്ടല്ലോ. എവിടെ നിന്ന് അങ്ങനെ ഒരു തീരുമാനം വന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ലോകത്ത് എത്ര രാജ്യങ്ങളിൽ അറബി ഭാഷ സംസാരിക്കുന്ന എത്ര രാജ്യങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെയുള്ള പുസ്തകങ്ങളിൽ അലിഫുൻ എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെയാണോ പറയുന്നത്? അവിടെയുള്ള പുസ്തകങ്ങൾ ആരെങ്കിലും അവിടെയുള്ള ആളുകൾ ഉണ്ടാക്കിയ പുസ്തകം ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതാണോ? അല്ല. നമ്മുടെ പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവരുണ്ടാക്കി വെച്ച പുസ്തകങ്ങൾ അല്ലേ. ഈ പുസ്തകങ്ങളിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ? ആ കാലത്തിനനുസരിച്ച് ചെറിയ തോതിൽ കളർ കൊടുക്കാൻ, വരക്കാൻ, പിടിക്കാൻ ചില ചിത്രങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തി എന്നല്ലാതെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബേസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയോ? നെവർ എവർ. ബേസ് അങ്ങനെ തന്നെ, ആ സ്ട്രക്ചർ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അല്ലേ. സമസ്തയുടെ ഈ പറയുന്ന സിലബസിൽ സ്ട്രക്ചർ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഒന്നും കളർ കൊടുക്കലും വരക്കലും ഒന്നും ഉണ്ടായില്ല. ഒരു ടെക്സ്റ്റ് പുസ്തകം പോലത്തെ ഒരു പുസ്തകമാണ്. നമ്മളൊരു സ്ലേറ്റുമായിട്ടാണ് പോകുന്നത്. ഇന്ന് ആ പുസ്തകത്തിൽ കുറേ മാറ്റങ്ങൾ വന്നു. വിദ്യാർത്ഥികൾക്ക് അതിൽ തന്നെ വരക്കാനും കളർ കൊടുക്കാനും എഴുതാനും പഠിക്കാനും ഒക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാക്കി എന്നല്ലാതെ നമ്മൾ പഠിച്ചതും അലിഫുൻ ആ, എൻ്റെ മകൻ പഠിക്കുന്നതും അലിഫുൻ ആ, നിങ്ങൾ പഠിച്ചതും അലിഫുൻ അദബുൻ ആ അദബുൻ, നിങ്ങളുടെ മക്കൾ പഠിക്കുന്നതും അങ്ങനെ തന്നെ. അപ്പം ഞാൻ പറയുന്നത് എവിടെ നിന്ന് അങ്ങനെ ഒരു വാക്ക് അതിലേക്ക് ചൂസ് ചെയ്യണമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് പണ്ഡിതന്മാരെത്തിയത്? അപ്പോൾ ഞാൻ പറയുന്നത് ദീന് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്താവണം എന്ന് പഠിപ്പിച്ചു. 5 നേരത്തെ നിർബന്ധമായിട്ടുള്ള, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബാക്കി എല്ലാത്തിനും ഒഴിവ് കഴിവുണ്ട് അല്ലേ. ഇപ്പോൾ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം, ഒരാൾക്ക് നോമ്പ് ആർക്കാ നിർബന്ധമാകുന്നത്? മുതീക്കുൻ ലഹു എന്നാ പറയുന്നത്. നോമ്പ് പിടിക്കാൻ, നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുള്ള ശാരീരിക പ്രാപ്തിയുള്ള ഒരുത്തരും മാത്രമാണ് ഇത് നിർബന്ധമാകുന്നത്. അപ്പോൾ നോമ്പിൽ വിട്ടുവീഴ്ചയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഹജ്ജ് വിട്ടുവീഴ്ച ഉള്ള ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. എന്നാൽ നിസ്കാരം ആലോചിച്ച് നോക്കുക നിങ്ങൾ. ആർക്കാ നിസ്കരിക്കാതിരിക്കാൻ പറ്റുക?
ആർക്കാ നിസ്കരിക്കാതിരിക്കാൻ പറ്റുന്നത്? നിസ്കാരം ഇപ്പൊ ബുദ്ധിസ്ഥിരതയില്ലാത്തവനക്ക് നിസ്കരിക്കണ്ട, അത് മറ്റൊരു കാര്യം. ബുദ്ധിസ്ഥിരതയില്ലാത്തവനിക്ക് ഒരു കർമ്മങ്ങളും വേണ്ട. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അസുഖബാധിതൻ, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവൻ, കിടപ്പിലായവൻ, അത്തരം ആളുകൾക്ക് നോമ്പ് വേണ്ട, ഹജ്ജ് വേണ്ട. പക്ഷേ അത്തരം ആളുകൾക്ക് നിസ്കാരം നിർബന്ധ. ഞാൻ പറയുന്നത് നിസ്കാരം എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ കർമ്മത്തിൻ്റെ ഗൗരവം എത്രത്തോളാണെന്നാ. അപ്പോൾ ഇതിന് നമ്മളെ പ്രാപ്തരാക്കിയത് സമസ്തയല്ലാതെ മറ്റാരാണ്? നിങ്ങൾക്ക് ഒരക്ഷരം മഖ്റജ് തെറ്റാതെ തജ്വീദ് അനുസരിച്ച് ഫാത്തിഹ സൂറത്ത് നിർബന്ധമായിട്ടും, ഖുർആൻ നിസ്കാരത്തിൽ നിർബന്ധമുള്ള ഒരു സൂറത്ത് ഏതാ? ഫാത്തിഹ സൂറത്ത്. അത്രയും നിർബന്ധമായിട്ട് ആ സൂറത്ത് നമുക്ക് തജ്വീദ് തെറ്റാതെ മഖ്റജ് തെറ്റാതെ നമ്മളെ പഠിപ്പിച്ചത് സമസ്തയാണ്. സമസ്തയുടെ പണ്ഡിതന്മാരുടെ ദീർഘവീക്ഷണമാണ്. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അല്ലേ ഈ പ്രസ്ഥാനത്തിന് കൊടി നാട്ടുമ്പോൾ അന്ന് ചിന്തിച്ചത് എന്താ? ഈ ഉമ്മത്ത് എങ്ങനെയെങ്കിലും പോയാൽ പോരാ, അവര് ദീനിനനുസരിച്ച് പോകണം. എന്തേ കാരണം? എന്നാലേ ഇസ്സത്ത് ഉണ്ടാകുകയുള്ളൂ. അന്ന് തങ്ങളത് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ചെയ്തതിൻ്റെ ഒരു ഫലം, ആ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമസ്ത എന്ന പ്രസ്ഥാനം, തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ എപ്പോഴും പറയുന്ന കാര്യം ഹാദാ സിറാത്തുൽ മുസ്തഖീം മാത്രമാണ്. കാരണം സമസ്ത പറഞ്ഞത് അത്രയും ദീനാണ്. സമസ്ത മാത്രമേ ദീന് പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ തൗഫീക്ക് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും തൗഫീക്ക് നൽകണേ എന്ന് പറയാറില്ലേ? പടച്ച തമ്പുരാൻ്റെ മുന്നിൽ നമ്മൾ ചോദിക്കാറില്ലേ തൗഫീക്ക് നൽകണേ? എന്താ ഈ തൗഫീക്ക്? ആ തൗഫീക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൗഫീക്കാ ഈ പറയുന്ന സമസ്തയുടെ മക്കളായി മാറുക എന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ആക്കിബത്ത് നന്നാകുക എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. അതിന് മുമ്പ് എങ്ങനെ ആയിന്നല്ല, അതല്ലേ അള്ളാൻ്റെ റസൂല് പറഞ്ഞത്. നേരം വെളുക്കുമ്പോൾ മുസ്ലിമായിരിക്കും, വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ അല്ലാതെയായി മാറും. ചിലപ്പോൾ ജനിക്കുന്നത് മുസ്ലിമായിട്ടായിരിക്കും, മരിക്കുന്നത് മുസ്ലിം അല്ലാതെയായിട്ട് മാറും. അപ്പോൾ ആ ഒരു ആക്കിബത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവസാന നിമിഷം ഉണ്ടല്ലോ, അസക്കറാത്തുൽ മൗത്തിൻ്റെ നിമിഷത്തിൽ അവിടേക്കാണ് നോട്ടം. എങ്ങനെയാണ് മരണം എന്നുള്ളതാണ്. ആ മരണം നന്നാകണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന സമസ്തക്കൊപ്പം അടിയുറച്ച് നിൽക്കാൻ സാധിക്കണം. അവിടെ ദീന് പറഞ്ഞു തന്നതും പഠിപ്പിച്ചു തന്നതും ഇന്ന് നമ്മൾ സമസ്ത പറയണം അല്ലെങ്കിൽ സമസ്ത അത് ചെയ്യണം, സമസ്ത ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആളുകൾ ഇതിനൊക്കെ പ്രാപ്തമാക്കിയത് സമസ്തയാണ് എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടാകുന്നത് നല്ലതാ. കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പറഞ്ഞു വെക്കുന്ന വാക്കുകൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. സയ്യിദുൽ ഉലമയുടെ ആ ചെറുവിരലിൽ ഇങ്ങനെ തൂങ്ങുന്ന ആളുകളിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയാകാനെങ്കിലും സാധിക്കണേന്ന് മാത്രമല്ല, അള്ളാഹിനോട് തൗഫീക്ക് ചോദിക്കുമ്പോഴേ പടച്ച തമ്പുരാനെ ഒരു തൗഫീക്ക് നീ തന്നിട്ടുണ്ട്. എന്താണ്? സമസ്തയുടെ കൂടെ നിൽക്കാനുള്ള തൗഫീക്ക്. ഇത് ഈ സക്രാത്തുൽ മൗത്ത് വരെ അതങ്ങ് നിലനിർത്തി തരണേന്നും കൂടി പറയണം. കാരണം പലർക്കും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സമസ്തയുടെ ഭാഗമായതിനു ശേഷം പല ഘട്ടങ്ങളിലും സമസ്ത പുറത്ത് കളഞ്ഞ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. സമസ്ത നായ തൊട്ട കലം പോലെ മാറ്റി നിർത്തേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം സംഭവിക്കാതിരിക്കണേ എന്ന് നമ്മൾ പറയണം. ആഖിബത്ത് നന്നാകണമെങ്കിൽ അത് കാരണം എന്താ? കാരണം സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ പറയുന്നില്ലേ? ആ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് ഈ സമസ്തയാണ് എന്നുള്ളത് മനസ്സിലായിക്കോളി. കാരണം ദീന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ദീന് മാത്രമേ പറയുള്ളൂ. ദീന് പറഞ്ഞതും പഠിപ്പിച്ചതും സമസ്തയാണ്. ആ ഇസ്സത്ത്, ദീന് നിലനിർത്തിയത് കൊണ്ടുണ്ടായ ഇസ്സത്ത് ഇന്നും ഈ ഉമ്മത്ത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം ഇസ്സത്ത് ഉണ്ടായിട്ടുണ്ട്. ഇസ്സത്ത് ഉണ്ടായത് മാത്രം ദീന് നിലനിർത്തിയത് കൊണ്ടാണ്. അതിന് കാരണക്കാരൻ സമസ്തയാണ്, ബഹുമാനപ്പെട്ട സമസ്തയാണ്, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരാണ്.
അവർക്കൊപ്പം നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ആ ഒരു തൗഫീക്ക് ഉണ്ടല്ലോ, ആ തൗഫീക്കിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇതിങ്ങനെ പറയാതെ പോകാന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിചാരിക്കും, എന്താ പറയാതിരുന്നാൽ എന്ന്. പക്ഷെ സമ്മതിക്കൂലെന്നേ, മനസ്സങ്ങോട്ട് സമ്മതിക്കൂല. കാരണം എന്താ, ചില ആളുകളെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകൾ ഇവൻ്റെയൊക്കെ വിചാരം അയ്യോ ഇവനെന്തോ ഭയങ്കര കാര്യമാണ്, സമസ്ത അങ്ങനെ പറയുകയാണ്, സമസ്ത പറയണം, സമസ്ത തയ്യാറാവണം, സമസ്ത അങ്ങനെ ആക്കണം, സമസ്ത ഇങ്ങനെ ആക്കണം. സമസ്ത എങ്ങനെ ആക്കണം എന്ന് വളരെ കൃത്യമായിട്ട് നിനക്കൊക്കെ ദീന് പറഞ്ഞു തന്ന പണ്ഡിതന്മാർ, സമസ്തയെ നയിക്കുന്ന ആ പണ്ഡിതന്മാർക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. അത് മാത്രമേ ചെയ്യുള്ളൂ. അതാണിപ്പോൾ തങ്ങൾ പറഞ്ഞത്. ഞാനിത് കേൾപ്പിക്കാനുണ്ടായ കാരണം എന്താണെന്നറിയോ, അത് സമസ്ത എന്താണ്, സമസ്തയുടെ നിലപാട് എന്താണ്, സമസ്ത എവിടെ നിൽക്കുന്നു, സമസ്ത എങ്ങനെ പോകുന്നു എന്നൊക്കെ ആര് പറയും? സയ്യിദുൽ ഉലമ പറയും. അതിനാണ് സയ്യിദുൽ ഉലമയെ ഈ നേതൃത്വം ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. മനസ്സിലാക്കണം. ഇത് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശൈഖുന ശംസുൽ ഉലമ ഈ കാര്യം അന്നേ കണ്ടതാ. എൻ്റെ തങ്ങളന്ന് എവിടെയില്ല, തങ്ങളന്ന് സമസ്തയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കീ പോസ്റ്റിൽ എവിടെയും അന്ന് സയ്യിദുൽ ഉലമയില്ല. എന്നിട്ടും അന്ന് സയ്യിദുൽ ഉലമ എൻ്റെ തങ്ങൾ നയിക്കുന്ന കാലം വരും എന്ന് ഒരു വസിയത്തുണ്ട്, കൂടെ നിൽക്കണേ എന്ന്. ആരുടെ വസിയത്താ? ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുടെ വസിയത്ത്. മനസ്സിലായില്ലേ? ആ കൂടെ നിൽക്കണേ എന്ന് പറഞ്ഞത് ഈ ഉമ്മത്തിനോടാണ്. ശൈഖുന ശംസുൽ ഉലമയുടെ വാക്കുകൾ നമ്മൾ ശിരസാ വഹിക്കുകയാണ്. കാരണം എന്താ, നമ്മളോട് എൻ്റെ തങ്ങൾ നയിക്കും, ഇതൊക്കെ നോക്കി നടത്തുന്ന ഒരു കാലം വരും. എൻ്റെ തങ്ങൾ എന്നാ പറഞ്ഞത് ശൈഖുന ശംസുൽ ഉലമ. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ വലിയ ആ ശൈഖുന ശംസുൽ ഉലമയുടെ വാക്കുകളാ. എൻ്റെ തങ്ങൾ നയിക്കുന്ന ഒരു കാലം വരും, കൂടെ നിൽക്കണേ എന്ന് ആരോട് പറഞ്ഞു? ബാപ്പു ഹാജിയോട്. ബാപ്പു ഹാജി അത് ഈ സമൂഹത്തോട് പറഞ്ഞു, ഉമ്മത്തിനോട് പറഞ്ഞു. ബാപ്പു ഹാജി കേട്ടത് ബാപ്പു ഹാജിയുടെ വായിലൂടെ നമ്മൾ കേട്ടു. ഇന്ന് നമ്മൾ ആ ശൈഖുന ശംസുൽ ഉലമ പറഞ്ഞ വസീയത്ത് നമ്മൾ ശിരസ വഹിക്കുക. കാരണം എന്താ, നമ്മളോട് തങ്ങളോടൊപ്പം നിൽക്കണേ എന്ന്. ഇന്നും എൻ്റെ സയ്യിദുൽ ഉലമ ഇന്നും ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തങ്ങളുടെ ഷെയ്ഖായിട്ടുള്ള ശൈഖുന ശംസുൽ ഉലമയോട് പല ആവർത്തി പല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഇതിന് ഒരു ഫാത്തിഹ ഓതി. പലപ്പോഴും സയ്യിദുൽ ഉലമ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ പതിവായിട്ട് ശംസുൽ ഉലമയുടെ ഹളറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതണം. എന്തേ കാരണം? നിങ്ങളതൊന്ന് ചെയ്തു നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ കാരണം എന്താ അങ്ങനെ പറയാനുള്ളത് എന്ന്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ അങ്ങോട്ടൊക്കെ ഒന്നും പോകുന്നില്ല. ഒരൊറ്റ കാര്യം, ഒറ്റൊന്നേ ഉള്ളൂ. എന്ത് ഇങ്ങനെ കിടന്നിട്ട് സമസ്ത എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? സമസ്ത പറയേണ്ടതും ചെയ്യേണ്ടതും അത് കൃത്യമായ സമയങ്ങളിൽ, അത് ആ സന്ദർഭങ്ങളിൽ അത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ആ കാര്യം വളരെ കൃത്യമായി ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അത്രേ പറയാനുള്ളൂ.